श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്തേ, എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് 8ാമത്തെ ദിവസം നമുക്ക് ആലോചിക്കേണ്ടത് സീതയെ കാട്ടിൽ ആക്കി സുമന്ത്രരോടൊപ്പം ലക്ഷ്മണൻ ഗംഗാനദി കടന്ന് അയോധ്യയിലെത്തി. ശ്രീരാമൻ അഗാധ ദുഃഖത്തിലാണ്. ആ സമയത്ത് നമ്മൾ രാമായണത്തിൽ ചില അത്ഭുതങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഏട്ടൻ അനിയനെ ഉപദേശിക്കുന്നു, ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതേസമയം ജ്യേഷ്ഠൻ തകർന്നിരിക്കുമ്പോൾ മാനസികമായിട്ട് അനുജൻ ഉപദേശിക്കുന്ന ഭാഗമുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ സീതയെ ഉപേക്ഷിച്ച് തിരിച്ചു വന്ന ലക്ഷ്മണൻ തളർന്നുപോയ ഏട്ടനെ ഉപദേശിക്കുന്ന ഒരു ഉജ്ജ്വലമായ ഭാഗം. അതെല്ലാ മനുഷ്യരും ഈ തകർച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഇത്തരം ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ പഠിക്കേണ്ടതാണ്. സർവേക്ഷയന്താനിചക പതതാനം സമുച്ഛയ സംയോഗ്യോ വിപ്രയോ ശാന്തോ മരണാന്തം ച ജീവിതം തസ്മാത് പുരേഷു ദ്വാരേഷു മുമുക്ഷേഷു ജധനുഷ്ടജ നാദിപ്രസംഗകർത്തവ്യോ വിപ്രയോഗോ ഹിതൈധ്രുവം. ഏട്ടാ, എല്ലാ ഐശ്വര്യങ്ങളും നശിക്കും. ഉയർന്ന പദവികൾ നേടിയവരെല്ലാം ഇപ്പം രാജാവായി ഇതെല്ലാം ഉത്തരവാദിത്തം എടുത്തു, അതെല്ലാം ഉപേക്ഷിക്കപ്പെടും. ചേർച്ചകളെല്ലാം പിരിയും. അത് സൗഹൃദമായാലും ബന്ധമായാലും പിരിയും. ജീവിതമോ മരണത്തിൽ അവസാനിക്കും. മക്കൾ, ഭാര്യ, ബന്ധുക്കൾ, ധനം, ഇതാണ് ലക്ഷ്മണൻ പറയുന്നത്. അത് പറയാൻ തികച്ചും അർഹനാണ് ലക്ഷ്മണൻ. തൻ്റെ കർത്തവ്യത്തിന് വേണ്ടി തൻ്റെ വൈയക്തിക സുഖങ്ങൾ, ഊർമിളയൊക്കെ വിട്ടാണല്ലോ 14 കൊല്ലം കാട്ടിലേക്ക് പോയത്. തൻ്റെ വ്യക്തിപരമായ സുഖങ്ങളൊക്കെ തൃണവൽഗണിച്ച് ജീവിതം ഒരു തപസ് പോലെ ധന്യനാക്കിയ ആളാണ് ലക്ഷ്മണൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആരോടും ഉപദേശിക്കാനുള്ള അർഹതയുണ്ട്. ഏട്ടാ, ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, അതുപോലെ ധനം, ഇവയിലൊന്നും അമിത ബന്ധം പാടില്ല. ഇങ്ങനെ ആ സമയത്ത് ഇത്തരം വേണ്ട സമയത്ത് ഉപദേശങ്ങൾ കിട്ടാത്തതായിരിക്കാം നമ്മുടെ നാട്ടിൽ ഇത്രയും ആത്മഹത്യകൾ പെരുകാനുള്ള കാരണം. ഇത് രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നമ്മളൊന്ന് ഒരാളെ പരിചയപ്പെടണം. ശത്രുഘ്നൻ. നാലമ്പല യാത്ര നടക്കുമ്പോൾ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് രാമൻ, ആദിശേഷൻ എന്ന അനന്തനാഗൻ്റെ അവതാരമായിട്ട് ലക്ഷ്മണൻ, ഭഗവാൻ വിഷ്ണുവിൻ്റെ 4 തൃക്കൈയിലെ ശംഖ്, പാഞ്ചജന്യം എന്ന ശംഖ് ഭരതാവതാരം, സുദർശന ചക്രം ആണ് ശത്രുഘ്നനായിട്ട് അംശാവതാരമായത് നമുക്കെല്ലാവർക്കും അറിയാം. ശത്രുഘ്നൻ ഒരിക്കൽ ഏട്ടനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഏട്ടാ, ആ സമയത്ത് ലവണാസുരൻ്റെ അക്രമം ലോകത്ത് അഴിഞ്ഞാടുന്ന സമയമാണ്. ലവണാസുരനെ കൊണ്ട് ലോകം പൊറുതിമുട്ടിയ സമയമാണ്. ഈ സമയത്ത് ഏട്ടനെ കാണാമെന്ന ശത്രുഘ്നൻ ആവശ്യപ്പെട്ടത്, ഏട്ടാ, അങ്ങയെ സേവിക്കാൻ മറ്റെല്ലാവർക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. 14 കൊല്ലം അങ്ങയോടൊപ്പം കാട്ടിൽ വന്നു എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ അങ്ങയെ സേവിച്ചു. ഈ 14 കൊല്ലവും രാജ്യഭാരമേൽക്കാതെ ജഡാവൽക്കലധാരിയായിട്ട് നന്ദിഗ്രാമത്തിൽ ആശ്രമം കെട്ടി ഭരതനും താമസിച്ചു. എനിക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റിയില്ല. ഈ ശത്രുഘ്നവധം എന്നെ ഏൽപ്പിക്കണം. നമുക്കൊരു അനിയൻ ഏട്ടന് കൊടുക്കുന്ന ഒരു വാദഗതി അല്ലെങ്കിൽ ഒരു ആവശ്യം, ശരി, നീ ഈ രീതിയിലൊക്കെ ചെയ്യണം. ശത്രുഘ്നെ വിളിച്ച് ലവണാസുരന്റെ വധത്തിന് വേണ്ട കാര്യക്രമങ്ങളൊക്കെ ഏട്ടൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അന്ന് ഈ ലവണാസുര വധത്തിന് ശത്രുഘ്നനും സൈന്യവും പുറപ്പെട്ടു. അന്ന് രാത്രി അവർക്ക് എവിടെയെങ്കിലും താമസിക്കണം. അപ്പോഴാണ് ഈ കാട്ടിലാണ് വാൽമീകി ഋഷിയുടെ ആശ്രമം ഉണ്ട് എന്ന് മനസ്സിലായത്.
സേനയും ആനകളെയും കുതിരകളൊക്കെ അവിടെ തളച്ച് ആശ്രമത്തിലേക്ക് ശത്രുഘ്നൻ പോയിട്ട് വിശാലമായ ആശ്രമ ഉപാന്തമാണ്, അവിടെ താമസിക്കാനുള്ള ആ ഉത്തരവുണ്ടായി, അനുവാദമുണ്ടായി. അന്ന് രാത്രിയാണ് സീതാദേവി ഇരട്ടക്കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭഗവൻ രാമപത്നി സാ പ്രസൂതാദാരകദ്വയം. ഒരു വാൽമീകിയുടെ അടുത്ത് സീതയുടെ പ്രസവമുറിയിൽ നിന്ന് വന്ന ഒരു സന്യാസിനി പറഞ്ഞ വാക്കാണ് ഭഗവൻ രാമപത്നി സാ പ്രസൂതാദാരകദ്വയം. രണ്ട് കുട്ടികളെ രാമപത്നി പ്രസൂത പ്രസവിച്ചു. തതോ രക്ഷാ മഹാതേജ വസുഭൂതവിനാശനം. അതുകൊണ്ട് ആ പ്രസവിച്ച കുട്ടികൾക്ക് വേണ്ട രക്ഷ ചെയ്യണം. ഭൂതപ്രേതാദികളുടെയൊക്കെ കണ്ണുണ്ടാകും, ചിലപ്പോൾ പ്രസവിക്കാനന്തരമുണ്ടായ പീഡകളുണ്ടാകും. എല്ലാം അറിയുന്ന ഋഷി അവിടെ പോയി രണ്ട് കുട്ടികളെയും ഋഷി ഏറ്റുവാങ്ങി ഒരു ദർഭപ്പുല്ലെടുത്ത് നടുകെ മുറിച്ച് അതിൻ്റെ കടഭാഗം മൂത്തവനായ കുശൻ്റെ മേലിട്ട് അവന് കുശൻ എന്ന് പേരിട്ടു. മുകൾ ഭാഗം രണ്ടാമത്തെ കുട്ടിയുടെ ശിരസിൽ വെച്ച് അവന് ലവൻ എന്നും പേരിട്ടു. അവരനുഗ്രഹിച്ചു, ലോകതാരകം മുഴുവൻ നിങ്ങൾ അറിയപ്പെടട്ടെ എന്ന്. ഈ സമയത്ത് അവിടെ ശത്രുഘ്നനുണ്ട് നമ്മൾ ഓർമ്മിക്കണം. ശ്രീരാമന്റെ അനുജനായ ശത്രുഘ്നൻ വാൽമീകിയുടെ ആശ്രമത്തിൽ ലവണാസുര വധത്തിന് പോകുന്ന സമയത്താണ് സീതാദേവി പ്രസവിക്കുന്നത്. ശത്രുഘ്നൻ കേട്ടിരുന്നു ഭഗവാൻ രാമപത്നി സാ പ്രസൂതാന്ന്. ഭഗവാനെ രാമപത്നി പ്രസവിച്ചു എന്നാ. അത് സീതാദേവിയാണെന്ന് മനസ്സിലായി. പക്ഷെ അവിടെ ശത്രുഘ്നൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു കാര്യം ശത്രുഘ്നൻ തൻ്റെ കൂടെ വന്ന മന്ത്രിമാരോട് പോലും പറഞ്ഞില്ല. ലവണാസുരനെ വധിച്ച് മധുരാ നഗരത്തെ പിടിച്ചെടുത്തു. 12 വർഷം ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ച് ശത്രുഘ്നൻ മധുരയുടെ രാജാവായി. 12 കൊല്ലം അവിടെ തന്നെ ഏട്ടനെ കാണാനോ അല്ലെങ്കിൽ അയോധ്യയിലേക്കോ വന്നില്ല. 12 വർഷം കഴിഞ്ഞപ്പോൾ ഏട്ടനെ കാണാൻ കലശലായ ആഗ്രഹം ഉണ്ടായിട്ട് അയോധ്യയിലേക്ക് വരുന്ന വഴി ആ രാത്രിയിലും ശത്രുഘ്നൻ ഈ വാൽമീകി ആശ്രമത്തിൽ ഇതൊക്കെ യാദൃച്ഛികമാകാം. അന്ന് അവിടെ നടന്ന സംഭവം 12 വർഷം മുമ്പ് പ്രസവിച്ച ജ്യേഷ്ഠൻ്റെ മക്കളായ ലവകുശന്മാർക്ക് 12 വയസ്സായി. അവരെയാണ് ആശ്രമത്തിൽ അന്ന് ശത്രുഘ്നൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടത്. രാമായണം പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിമനോഹരമായിട്ട് സ്വരസ്ഥാനത്തോടുകൂടി സ്വരഭേദം കൊണ്ട് താളം കൊണ്ട് സംസ്കൃതത്തിൻ്റെ മനോഹാരിത മുഴുവൻ ആവാഹിച്ചെടുത്ത് ആ രാമചരിതം അവർ അവിടെ ചൊല്ലുന്നത് അതിൽ ഭാഗവാക്കുകൂടിയായ ശത്രുഘ്നൻ കേട്ടു. ഇവിടെ ചില കാര്യം മനസ്സിലാക്കണം. യാദൃശ്ചികം എന്ന് പറയാൻ പറ്റില്ല. ശത്രുഘ്നന് മനസ്സിലായി സീതാദേവി ഇവിടെയുണ്ട്, സീതാദേവി 2 കുട്ടികൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്, അവർക്ക് 12 വയസ്സായി. അപ്പോൾ തന്നെ അയോധ്യയിലോ വേണ്ടപ്പെട്ടവരുടെ അടുത്തോ എത്തി ഈ സംഭവത്തെ ആകെ താറുമാറാക്കാം ശത്രുഘ്നൻ വിചാരിച്ചാൽ. അവിടെയാണ് ഉന്നതരായ മനുഷ്യരുടെ സ്വഭാവ ഗുണം. ആശ്രമങ്ങളിൽ നമുക്കറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ജിജ്ഞാസരാകരുത് എന്നാണ് ഈ കാര്യം തിരക്കിയ തൻ്റെ കൂടെ വന്നവരോട് ശത്രുഘ്നൻ പറഞ്ഞത്. അത് ആശ്രമങ്ങളിൽ മാത്രമല്ല, നമ്മൾ കയറി ചെല്ലുന്ന എവിടെയായാലും അവരുടേതായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. നമ്മളൊരു 3-ാം ചെവി കൊണ്ട് അത് ശ്രദ്ധിച്ചെടുത്ത് 4-ാം ചെവിയിലേക്ക് പകരുന്നത് സത്യം പറഞ്ഞാൽ അക്ഷന്തവ്യമായ അപരാധമാണ്. അന്ന് പ്രസവം നടക്കുമ്പോൾ സാക്ഷിയായതും 12-ാം വയസ്സിൽ രാമായണം ചൊല്ലിക്കേട്ടതിനും സാക്ഷിയായ ശത്രുഘ്നൻ ഈ 2 കാര്യങ്ങളും ഏട്ടനോട് പോലും പറയാത്തതിൻ്റെ ഔചിത്യം പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട സന്ദർഭങ്ങളിൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് രാമായണം പഠിപ്പിക്കുകയാണ്. ഇത്തരം എത്ര മനോഹരമായ സാധ്യതകൾ. ശത്രുഘ്നൻ വീണ്ടും അയോധ്യയിലെത്തുന്നു. പുനഃസമാഗമെന്ന് പറയാം. അവിടെ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട്.
വാൽമീകി ഋഷി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുമുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.